ഗുഡ് മോർണിംഗ് എവരിബഡി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ് വിജയനഗര സാമ്രാജ്യം, അതിന്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് 14ാം നൂറ്റാണ്ടിൽ അഥവാ 1336 ഹരിഹര ആൻഡ് ബുക്ക തുടങ്ങിയ രണ്ട് സഹോദരന്മാര് ദക്ഷിണേന്ത്യയിലെ തുംഗഭദ്ര നദിയുടെ തടത്ത് കേന്ദ്രമായ വിജയനഗർ എന്ന പ്രദേശത്ത് സ്ഥാപിച്ച ഒരു രാജവംശമാണ് വിജയനഗരം. ഇന്ന് ആ കേന്ദ്രം അല്ലെങ്കിൽ ഈ പ്രദേശം അറിയപ്പെടുന്നത് ഹംപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഉള്ള ഒരു പ്രബലമായിട്ടുള്ള രാജവംശമാണ് വിജയനഗരം. 15ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇവരുടെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു രാജവംശം കൂടിയാണ് വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരായിട്ടുള്ള ഹരിഹരനും ബുക്കനും ഹൊയ്സാല രാജവംശത്തിന് ഹൊയ്സാല ഭരണാധികാരിയായ വീർ ഭല്ലാലത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരായിരുന്നു. പിന്നീടാണ് ഒരു സ്വതന്ത്ര രാജ്യം അവർ സ്ഥാപിക്കുന്നത്. ഇന്ന് വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളുള്ള പ്രദേശമാണ് ഹംപി. ഇന്ന് മോഡേൺ ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രം. വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ 4 രാജവംശങ്ങളാണ് ഈ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത്. അഥവാ സംഗമ, സലുവ, തുളുവ, അരവീട് ഇങ്ങനെയുള്ള 4 രാജവംശങ്ങളുടെ ചരിത്രമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ഭരണാധികാരി ആണ് ഹരിഹരൻ ഒന്നാം. 1336 ഹരിഹരൻ സംഗമ രാജവംശത്തിന് ഭരണാധികാരിയായ ഹരിഹരൻ ഒന്നാമൻ ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ബുക്കനും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ബുക്ക പിന്നീട് ഇദ്ദേഹത്തെ പിന്തുടർന്ന് 2ാമത്തെ ഭരണാധികാരിയായി മാറി. തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളെല്ലാം പിടിച്ചടക്കി ശക്തമായിട്ടുള്ള സാമ്രാജ്യമാക്കി അല്ലെങ്കിൽ അതിനൊരു അടിത്തറ ഇടുന്ന ആളാണ് ഹരിഹരൻ ഒന്നാമൻ. പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഏറ്റവും പ്രബലനായ ഒരു ഭരണാധികാരിയാണ് കൃഷ്ണദേവരായ. 16ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭരണം നടത്തിയ 1509 മുതൽ 1529 വരെ ഭരണം നടത്തിയ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായ. അദ്ദേഹം തുളുവ രാജവംശത്തിന്റെ ഭരണാധികാരിയാണ്. ഏറ്റവും പ്രഗത്ഭനായ വിജയനഗര ഭരണാധികാരിയാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിഗോപിയസ്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് കൃഷ്ണദേവരായരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികൾ, അല്ലെ ഇവിടുത്തെ ആളുകൾ ഏറ്റവും ബഹുമാനിച്ചിരുന്ന, ഏറ്റവും പേടിച്ചിരുന്ന ശക്തനായ ഒരു പെർഫെക്റ്റ് കിങ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഡൊമിഗോപിയസ് കൃഷ്ണദേവരായരെ. കൃഷ്ണദേവരായരുടെ ആദ്യം ഈ സാമ്രാജ്യത്തെ പല പ്രദേശങ്ങളിൽ പിടിച്ചടക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായി ചേർക്കുന്നുണ്ട്. ശിവസമുദ്രം 1510 അദ്ദേഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പിന്നീട് റൈച്ചൂർ പ്രദേശം 1512, പിന്നീട് ഒറീസ, വാറങ്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കെല്ലാം സൈനിക പര്യടനം നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് കൃഷ്ണ നദി മുതൽ കാവേരി നദി വരെയുള്ള ഒരു പ്രദേശം, അതോടൊപ്പം തന്നെ അറബിക്കടൽ മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള വലിയൊരു വിസ്തൃതമായ പ്രദേശമാക്കി വിജയനഗരയെ മാറ്റുന്നത് കൃഷ്ണദേവരായരായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററാണ്. കാർഷിക മേഖലയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് റിസർവോയറുകൾ, ജലസംഭരണികൾ സ്ഥാപിച്ചു, കനാലുകൾ ഉണ്ടാക്കി, ജലസേചന സൗകര്യങ്ങൾ ഉറപ്പു. അതോടൊപ്പം വൈദേശിക കച്ചവടം വലിയ പ്രാധാന്യം അറിയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരുപാട് നാവിക സേനകളെ ശക്തമാക്കി ബലപ്പെടുത്തി. അതോടൊപ്പം പോർച്ചുഗീസുകാരുമായിട്ടും യൂറോപ്യൻ കച്ചവടക്കാരുമായിട്ടൊക്കെ വലിയ സൗഹൃദ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വിദേശ കച്ചവടത്തിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ കലാവസ്തുശില്പ മേഖലയിൽ ഒരുപാട് നിർമ്മിതികൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ഒരുപാട് ക്ഷേത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു.
അപ്പം കലയ്ക്കും വാസ്തുശില്പ കലയ്ക്കും വലിയ പ്രോത്സാഹനങ്ങൾ നൽകിയ ഒരു ഭരണാധികാരി കൂടിയാണ് കൃഷ്ണദേവരായ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വിജയനഗര സാമ്രാജ്യം അതിന്റെ നേട്ടത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിലെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു. കന്നഡ, തെലുങ്ക് ഭാഷകളിൽ പ്രാവീണ്യമുള്ള പണ്ഡിതനാണ്. ഒരു സാഹിത്യ രചന, പ്രശസ്തമായ സാഹിത്യ രചന നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തന്നെ ഒരു വലിയ പണ്ഡിത സദസ്സ് ഉണ്ടായിരുന്നു. അതറിയപ്പെടുന്നത് അഷ്ടദിഗ്ഗജസ് എന്ന്. അഷ്ടദിഗ്ഗജസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിത സദസ്സാണ്. 8 പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യ അല്ലെങ്കിൽ പണ്ഡിത വിഭാഗങ്ങൾ, പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു വൃന്ദമാണ് അഷ്ടദിഗ്ഗജസ് എന്ന് പറയുന്നത്. 8 ആളുകളാണ്. ഇവരാണ് ആ 8 പേര്. അല്ലാസനി പെടണ്ണ മുതൽ നന്ദി തിമ്മണ്ണ, മതേഗിരി മല്ലൻ, അങ്ങനെ തുടങ്ങിയ 8 പണ്ഡിതന്മാരാണ് അഷ്ടദിഗ്ഗജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യം അധപ്പതിക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൃഷ്ണദേവരായർക്ക് ശേഷം ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികളെല്ലാം കഴിവുകെട്ടലോ ദുർബലരോ ആയിരുന്നു. അതുകൊണ്ടാണ് വിജയനഗര സാമ്രാജ്യം സാവകാശം ശക്തി ക്ഷയിക്കാൻ കാരണം. അതോടൊപ്പം തന്നെ ഒരു പ്രശസ്തമായ സംഭവമാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട, തളിക്കോട്ട യുദ്ധം, ബൻഹാട്ടി യുദ്ധം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇത് നടക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള മറ്റൊരു ശക്തരായിട്ടുള്ള സാമ്രാജ്യമാണ് ഡക്കാൻ സുൽത്താനേറ്റ് അഥവാ ബാമനി സുൽത്താനേറ്റ്. ബാമനി സുൽത്താനേറ്റ് 5 രാജവംശങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഗോൽക്കൊണ്ട, ബിജാപൂർ, ബീദാർ തുടങ്ങിയിട്ടുള്ള, അഹമ്മദ് നഗർ തുടങ്ങിയിട്ടുള്ള 5 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഇവർ ഐക്യത്തോടെ ഒരുമിച്ച് ഇവരുടെ സംഘശക്തികൾ വിജയനഗര ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ഈ യുദ്ധത്തോടു കൂടിയാണ് കൃഷ്ണദേവരായ പിൻഗാമിയായിരുന്ന രാമരായൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യമെല്ലാം പല പ്രദേശങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുകയും കുറെ പ്രദേശങ്ങൾ ഡക്കാൻ സുൽത്താനേറ്റ് കീഴടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് വിജയനഗര സാമ്രാജ്യം ശക്തി ക്ഷയിക്കാനുണ്ടായത്. ഇതിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ.